ടോൾ ബൂത്തുകളിൽ കറൻസി ഇടപാടുകൾ ഘട്ടം ഘട്ടമായി ഒഴിവാക്കുന്നതായി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം. ഇതിനായി പുതിയ നടപടികൾ മന്ത്രാലയം സ്വീകരിച്ചു വരികയാണ്. ഫാസ്ടാഗ് ഇല്ലാത്ത വാഹനങ്ങളിൽ നിന്ന് നിലവിൽ ഈടാക്കുന്ന ഇരട്ടി പണം നൽകേണ്ട സാഹചര്യം ഒഴിവാക്കാനാണ് തീരുമാനം. ദേശീയപാതകളിലെ ടോൾ ബൂത്തുകളിൽ കറൻസി ഇടപാടുകൾ ഘട്ടം ഘട്ടമായി ഒഴിവാക്കുന്നതിനായി പുതിയ നടപടികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം. ഫാസ്ടാഗ് ഇല്ലാത്ത വാഹനങ്ങളിൽ നിന്ന് നിലവിൽ ഈടാക്കി വരുന്ന ഇരട്ടി പണം നൽകേണ്ട സാഹചര്യം ഒഴിവാക്കുന്നതിനാണ് തീരുമാനം. ഇതുപ്രകാരം ഏപ്രിൽ 10 മുതൽ ഫാസ്ടാഗ് ഇല്ലാതെ ടോൾ ബൂത്തിലേക്ക് എത്തുന്ന വാഹനങ്ങൾ UPI വഴി പണമടച്ചാൽ സാധാരണ നിരക്കിനൊപ്പം 25% മാത്രം അധികം നൽകിയാൽ മതിയാകും. ഉദാഹരണത്തിന് ടോൾ നിരക്ക് 100 രൂപയാണെങ്കിൽ UPI വഴി പണമടയ്ക്കുന്നവർ 125 രൂപ നൽകിയാൽ മതി. ഇതുവരെ ഇത്തരം വാഹനങ്ങളിൽ നിന്ന് 200 രൂപ വരെ ഈടാക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുകയും ടോൾ പ്ലാസകളിൽ ക്യാഷ് ഇടപാടുകൾ കുറയ്ക്കുകയും ഗതാഗത തിരക്ക് നിയന്ത്രിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് പുതിയ മാറ്റം. ഫാസ്ടാഗ് സംവിധാനം ഉപയോഗിക്കാത്ത വാഹനങ്ങൾക്ക് പകരം ഡിജിറ്റൽ പേയ്മെന്റ് മാർഗങ്ങൾ ഉപയോഗിക്കാൻ ഇത് പ്രേരണയാകുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കുന്നു. ദേശീയപാത നിരക്ക് നിർണയവും ഈടാക്കലും സംബന്ധിച്ച 2008 ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയാണ് പുതിയ നിർദ്ദേശം പുറത്തിറക്കിയത്. ഏപ്രിൽ 2 മന്ത്രാലയം ഇതു സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയതായും രാജ്യത്തുടനീളം ഇത് നടപ്പിലാക്കാനാണ് ലക്ഷ്യമെന്നും ബന്ധപ്പെട്ട അധികാരികൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.